Good morning, Miss. Good morning. Good morning, teacher. How are you all? Good morning, Good morning, teacher. Good morning, teacher. Morning, Have you had your breakfast? yes. Okay, good. Yes. Morning, morning. My milk only. Good morning, teacher. Good morning. എല്ലാവരും തന്നെ നിങ്ങളുടെ പ്രസന്റ് ചാറ്റിംഗ് വിൻഡോയിൽ പ്രസന്റ് അടിച്ച് ക്ലാസ്സിൽ കയറുക. Then all of you take your ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയണ്ട അല്ലെ, ടെക്സ്റ്റ് ബുക്ക് കിട്ടിയില്ല നമുക്ക് അല്ലെ, ഉടനെ തന്നെ കിട്ടും. ടേക്ക് യുവർ നോട്ട് ബുക്ക്. Did you do the homework? എല്ലാവരും ഹോംവർക്ക് ചെയ്തോ? രാവിലെ തന്നെ കള്ളം പറയരുത്. ഹോംവർക്ക് ചെയ്യാത്തവരുണ്ടല്ലേ, ഈ ആഴ്ച കൂടെ എക്സ്ക്യൂസ് തന്നിരിക്കുന്നു. നെക്സ്റ്റ് വീക്ക് മുതൽ ഹോംവർക്ക് ചെയ്യാത്ത എല്ലാ കുട്ടികളെയും ഒരാളെങ്കിൽ ഒരാളെ അവരെ വാച്ച് ചെയ്യുന്നുണ്ട് ആരാ ഹോംവർക്ക് ചെയ്യാത്തതെന്ന്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. Okay, can you hear me? Yes, okay, good. ഇനി എക്സാം പറഞ്ഞിരുന്നു അല്ലേ? എക്സാം നമുക്ക് നെക്സ്റ്റ് പീരീഡ് ഇടാം. എല്ലാവരും ചാറ്റിംഗ് വീഡിയോയിൽ പ്രസന്റ് ചെയ്തോ? ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത് ഒന്നും കൂടി ഒന്ന് റിവൈവ് ചെയ്യാം. ശ്രദ്ധിച്ചിരിക്കാം. ലിസൺ മിസ് പറയുന്നത് ശ്രദ്ധിച്ചിരിക്കാം. ഫസ്റ്റ് ലെസണില് അമാത്രിക ശബ്ദ് അതായത് ആ എന്ന ഉച്ചാരണത്തിൽ വരുന്ന, അല്ലെങ്കിൽ ആ എന്ന അക്ഷരത്തിന് മാത്ര ഇല്ല അല്ലെ, ആ സ്വർക്കി മാത്ര നെഹി ഹോത്തി, ആ എന്ന അക്ഷരത്തിന് മാത്ര ചിഹ്നം ഇല്ല. അപ്പം ആ മാത്രിക ശബ്ദ് ഏതൊക്കെയാണ് പഠിച്ചത്? എക്സാമ്പിൾ പറഞ്ഞുതരാം. അമൻ, അജിഗർ, കട്ഹൽ, ഉപുവൻ, ശൽഗം. നെക്സ്റ്റ് താഴെ കുറെ വാക്കുകൾ കൂടെ എഴുതിയിട്ടുണ്ടല്ലേ നമ്മള്. നൽ, ഖഗ്, നഭ്, ജൽ, ലഹർ, നയൻ, കമൽ, ഷഹർ, ചടുപ്പട്, അതര്, ധർമ്മസ്, കർത്തബ്. ഓക്കെ, നോട്ടി രഥന്റെ കാര്യങ്ങളൊക്കെ പഠിച്ചു അല്ലെ. നടുക്കെട്ട് രഥൻ എന്താണ്? വികൃതിയായ രഥന്റെ കഥകളാണ് നമ്മളവിടെ പറഞ്ഞത്. നെക്സ്റ്റ് അതിൽ തന്നെ ശബ്ദാർത്ഥം വന്നു. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് കയ്യിലില്ലാത്തതുകൊണ്ടാണ് മിസ് ഒന്നും കൂടി അത് റിവൈഡ് ചെയ്ത് തരുന്നത്. ശബ്ദാർത്ഥം വന്നു. നോട്ട് ബുക്കിൽ ഇതൊക്കെ എഴുതിയിട്ടുണ്ടോ നിങ്ങളൊന്ന് മറച്ചു നോക്കണം. അമാത്രിക ശബ്ദത്തിലെ ആ വാക്കുകൾ അവിടെ എഴുതിയിട്ടുണ്ടോ നിങ്ങൾ നോക്കണം, ചെക്ക് ചെയ്യുക. നെക്സ്റ്റ് ശബ്ദാർത്ഥം തന്നിട്ടുണ്ട്. പഗ്, പയർ, ഫീറ്റ്. All of you take your notebook. ശബ്ദാർത്ഥം എഴുതിയിട്ടുണ്ടോ എന്ന് നോക്ക്. ഷഗ്ബറ, അമൻ, സാവിയോ, പ്ലീസ് ഓൺ യുവർ വീഡിയോ. ഓക്കെ, ശബ്ദാർത്ഥം പഗ്, പയർ, തെർമസ്, ഫ്ലാസ്ക്, ജൽ, പാനി. അതിൽ തന്നെ നമുക്ക് ശ്രുതിലേക്ക് ഡിറ്റേഷൻ വേർഡ്സ്.
शहर, करतब, नटखट, शरबत, गगन. ഫസ്റ്റ് ലെസണിൽ തന്നെ ക്വസ്റ്റ്യൻ ആൻസർ വന്നിട്ടുണ്ട്. നോട്ട്ബുക്ക് ശ്രദ്ധിക്കുക, എഴുതിയിട്ടുണ്ടോ എന്ന് നോക്കുക. നടുക്കട് കോൻ ഹെ, നടുക്കട് കോൻ ഹെ, രതൻ. വൺ വേർഡിലാണ് ആൻസർ എഴുതിയിരിക്കുന്നത്, ഒറ്റ വാക്കില്. രതൻ കോ ക്യാ പകഡ്കർ ചലനെ കോ കഹാ ഗയാ ഹെ? എവിടെ പോകാനാണ് പറഞ്ഞത്? എവിടെ വരാനാണ് പറഞ്ഞത്? വീട്ടിലേക്ക് അല്ലേ? അല്ല സോറി, എന്തെടുത്തിട്ട് വരാനാ പറഞ്ഞിരിക്കുന്നത്? थर्मस. रतन को कहाँ चलने को कहा गया है? घर. എല്ലാം ഏക ശബ്ദം, അതായത് ഒറ്റ വാക്കില് വൺ വേർഡിലാണ് ആൻസർ ചെയ്തിരിക്കുന്നത്. ഈസിയാണ്. എല്ലാവരോടും അത് 2 ടൈംസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ആൻസർ മാത്രം എഴുതിയിട്ടുണ്ടോ എല്ലാവരും? ഫാത്തിമ ഇറങ്ങി എഴുന്നേറ്റതേ ഉള്ളൂ തോന്നല്ലോ. നെക്സ്റ്റ് ആ കീ മാത്ര. ആ കീ മാത്ര പറഞ്ഞ എന്താണ്? ആ എന്ന് പറഞ്ഞ സ്വരാക്ഷരങ്ങളെ രണ്ടാമത്തെ അക്ഷരമാണ് അല്ലെ? ആ എന്ന അക്ഷരത്തിന്റെ ചിഹ്നം. മാത്ര മീൻസ് ചിഹ്നം, സിമ്പിൾ. ആക്കി മാത്രക്ക ശബ്ദമാണ് താഴെ വായിക്കുന്നത്. ശ്രദ്ധിച്ചിരിക്കുക. നോട്ട്ബുക്കിൽ അത് എഴുതിയിട്ടുണ്ടോ നോക്കുക. ഫസ്റ്റ് വേർഡ് ആം, ഹാത്ത്, താര, ചാത്ത, ബാദൽ. ഇത്രയും വാക്കുകൾ എഴുതിയിട്ടുള്ളവരെന്ന് തമ്പുയർത്തി കാണിക്കുക. മിസ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നോട്ട്ബുക്കിൽ ഉണ്ടെന്നുള്ള ഉറപ്പുള്ളവര് തമ്പുയർത്തി കാണിക്കാം. റിച്ചാർഡ് ഇല്ലേ? എഴുതിയിട്ടില്ലേ? റിച്ചാർഡ് എഴുതിയിട്ടില്ല? നോ റെസ്പോൺസ്. ഓക്കെ, നെക്സ്റ്റ്. അതിന്റെ താഴെ തന്നെ കുറെ വേർഡ്സ് വരുന്നുണ്ട്. ആ വേർഡ്സ് ഇന്ന് ഹോംവർക്ക് തരുന്നതായിരിക്കും. അതുപോലെ ഒരു പ്രാവശ്യം നോട്ട്ബുക്കിലേക്ക് എഴുതുക. ഫസ്റ്റ് വേർഡ് ബാൽ, ലിസൺ. ഇത് കണ്ടോ? കുറച്ച് വാക്കുകളുണ്ട്. ആക്കി മാത്രാക്ക ശബ്ദ. ഈ വാക്കുകൾ ഇന്ന് ഗ്രൂപ്പില്, വാട്സപ്പിലെ ഗ്രൂപ്പില് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അത് അതുപോലെ എടുത്ത് നോട്ട്ബുക്കിലേക്ക് എഴുതണം നിങ്ങൾ. ഓക്കെ. ബാൽ, താല, കാല, രാത്, ആകാശ്, चादर, गमला, सागर, बरसात, लहराना, उपहार, उपगार. ഇത്രയും വാക്കുകളാണുള്ളത്. ഇപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ കുറെ വർക്ക് ചെയ്യാനുണ്ട്. അതൊക്കെ ബുക്ക് കിട്ടിയതിനു ശേഷം നമുക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ എന്താണ്? ആ എന്നുള്ള അക്ഷരം വരുമ്പോ എന്താ അവിടെ വ്യത്യാസം വന്നത്? All of you listen here. നമ്മള് മാത്ര സിമ്പിൾസ് പഠിക്കാൻ പോവാണ്. നമുക്ക് ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം നമുക്കിത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ലിസൺ. ആ സോർക്കി മാത്ര നെഹി ജൂഡ്ത എന്ന് പറഞ്ഞു അല്ലെ? ആ എന്ന അക്ഷരത്തിന് മാത്ര ചിഹ്നം ഇല്ല. നെക്സ്റ്റ് ആ കീ മാത്ര. ലിസൺ. ആ എന്ന അക്ഷരമാണ്. ആ എന്ന അക്ഷരം എഴുതിയിട്ട് ചിഹ്നം കൊടുത്തു അല്ലെ? ആ എന്നതിന്റെ മാത്ര കൊടുത്തിട്ടുണ്ട്. ലിസൺ. ഇതാണ് മാത്ര. അപ്പം ആ എഴുതി ഈ മാത്ര കൊടുക്കുമ്പോൾ വായിക്കുന്നത് ആ. അപ്പം ആ ചേർത്തിലുള്ള വാക്കുകളാണ് ഇവിടെ നമ്മൾ പരിചയപ്പെടുന്നത്. ഇവിടെയൊക്കെ റെഡ് ഇങ്കിലാണ് ആക്കി മാത്ര കൊടുത്തിരിക്കുന്നത്. ഉണ്ടോ? അപ്പൊ ആ എന്ന അക്ഷരത്തിന്റെ ചിഹ്നം നമ്മൾക്ക് മനസ്സിലായി. ഓക്കെ. അപ്പൊ ഇവിടെ എന്താണ്? വ്യഞ്ജൻ കെ സാത്ത് സ്വർ മാത്ര കെ രൂപമേ ജുഡ്താ ഹെ. എന്താണ് വ്യഞ്ജൻ? വ്യഞ്ജൻ എന്ന് പറഞ്ഞ വ്യഞ്ജനാക്ഷരങ്ങൾ അല്ലെ? നൈല സക്കീർ ലിസൺ ഹിയർ. ലിസൺ. all of you listen here. വ്യഞ്ജൻ എന്ന് പറഞ്ഞാല് വ്യഞ്ജനാക്ഷരങ്ങൾ ഏതൊക്കെയാണ്? കാസെ ഹാ തക്ക് അല്ലെ? കാ മുതല് ഹാ വരെയുള്ള അക്ഷരങ്ങളാണ് വ്യഞ്ജനാക്ഷരങ്ങൾ. All stand up. All stand up. Sit down.
ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എന്നാണല്ലോ എന്നോട് പറഞ്ഞത്. പിന്നെ എന്താ ഒരു വിശന്നിട്ടല്ല അല്ലെ? ക്ലാസ്സിൽ ശ്രദ്ധിക്കാതെ ഇച്ചിരി ഒരു മടിയുണ്ട് കാണുന്നു. ഓക്കെ, ശ്രദ്ധിച്ചാൽ മാത്രമേ ചിഹ്നങ്ങൾ മനസ്സിലാവുള്ളൂ. ലിസൺ. വ്യഞ്ജനാക്ഷരങ്ങളുടെ കൂടെ നമ്മള് ചിഹ്നങ്ങൾ ചേർക്കുമ്പോൾ ഏത് ചിഹ്നമാണ് ചേർക്കുന്നത്? അതായത് ആ എന്ന ചിഹ്നമാണെങ്കിൽ ക എന്ന അക്ഷരത്തിന് ആക്കി മാത്ര ചേർക്കുമ്പോൾ കാ എന്ന് വായിക്കും. നെക്സ്റ്റ് ച എന്ന അക്ഷരം എടുത്തു. ച എന്ന അക്ഷരത്തിന് ആക്കി മാത്ര, ആയിന്റെ ചിഹ്നം നമ്മൾ പഠിച്ചു അല്ലെ? റൈറ്റ് സൈഡിലെ ഒരു വരയാണ്. അപ്പം ച എന്ന അക്ഷരത്തിന് ആക്കി മാത്ര കൊടുക്കുമ്പോൾ ചാ എന്ന് വായിക്കും. അപ്പൊ വ്യഞ്ജനാക്ഷരങ്ങൾ ഏതെടുക്കും? ഏതാണ്? നെക്സ്റ്റ് ഹ എടുക്കാം നമ്മൾക്ക്. ലാസ്റ്റ് ഏതാണ്? ഹ എന്ന അക്ഷരത്തിന് ആക്കി മാത്ര കൊടുക്കുമ്പോ എന്താ വായിക്കുക? നീലാഞ്ജന പ്ലീസ് അൺമ്യൂട്ട്. വെരി ഗുഡ്. ഹാ. ഓക്കെ, അപ്പൊ മനസ്സിലായി അല്ലേ? ഓക്കെ, ഇപ്പൊ നെക്സ്റ്റ് പേജിലായിട്ട് നമുക്ക് വാഹ് വാഹ് മജ ആയ. ഇതാണ് നല്ല പുതിയ ഒരു ചാത്ത, അംബ്രല്ല കിട്ടിയതിന്റെ സന്തോഷത്തില് നമ്മുടെ ആരാണ്? റിച്ചാർഡ് അല്ലെങ്കിൽ ആയുഷ്, ആരെയാ വേണ്ടത്? നമുക്ക് ആരെ എടുക്കാം അല്ലെ? സന്തോഷിക്കുന്ന ഒരു പാട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നയാ നയാ ചാത്ത ആയ, നാച്ച് നാച്ച് കർ ചാത്ത ഉടായ, ചാത്ത ഉടാക്കർ ഗാന ഗായ, വാഹ് വാഹ് മജ ആയ, ചാത്ത ലാൽ ലാൽ കാല, ബാദൽ ആയ കാല കാല, ഗർജ് ഗർജ് കർ ബാദൽ ആയ, ബാദൽ ബർഖ സാത്ത് ലായ, വാഹ് വാഹ് മജ ആയ. എന്താണ്? നല്ല റെഡും ബ്ലാക്കും ഉള്ള ചാത്ത അല്ലെ? അംബ്രല്ല കിട്ടി. എന്നിട്ടോ മഴ വരുമ്പോ അംബ്രല്ല എടുത്ത് പുറത്തോട്ട് ഇറങ്ങി നല്ല പാട്ടൊക്കെ പാടി മഴവെള്ളത്തിൽ ചവിട്ടി കളിക്കുന്ന ആ ആനന്ദകരമായ ആ ഒരു അവന്റെ ആ ഒരു ഇതാണ് ഇവിടെ പറയുന്നത് അല്ലെ? ആ മഴവെള്ളത്തില് നല്ല പുതിയ കൊട എടുത്തിട്ട് അവന്റെ ആ സന്തോഷമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുമായി ഇതൊക്കെ മുമ്പത്തെ ക്ലാസ്സിലുള്ളതാണ്. അപ്പം രണ്ടാമത്തെ ചാപ്റ്ററായ ആക്കി മാത്രാക്ക ശബ്ദാണ് നമ്മൾ ഇത്രയും നേരം പരിചയപ്പെട്ടത്. അതില് ശബ്ദാർത്ഥ് വരുന്നുണ്ട്, വേർഡ് മീനിങ്. ഫസ്റ്റ് നയ. നയ മീൻസ് ന്യൂ, നവീൻ. എന്താണ്? പുതിയത്. നയ, നവീൻ. മജ, മാ എഴുതിയിട്ട് ജായിൽ എഴുതിയ ഒരു ഡോട്ട് ഇടുമ്പോ നമ്മൾ മസ എന്നാണ് വായിക്കുക. അതിന്റെ പ്രൊനൗൺസ് മജ. മജ എന്ന് വായിച്ചാലും കുഴപ്പമില്ല, പക്ഷെ എന്നാൽ അതിന്റെ പ്രൊനൗൺസ് മജ. മജ എന്ന് പറഞ്ഞാൽ ആനന്ദ്, ഫൺ, സന്തോഷം. ഗാന, ഗീത്. എന്താ ഗീത് എന്ന് പറഞ്ഞാല്? സോങ്, പാട്ട്. ബർഖ, ബർഖ, ബർസാത്ത്. ബോറടിക്കുന്നുണ്ടോ? ടെക്സ്റ്റ് ബുക്ക് കയ്യിലില്ലാത്തോണ്ട് അല്ലേ? അത് എന്തിനാ റെമിസ് വായിച്ചിരുന്നത്? നോട്ട് ബുക്ക് കിട്ടുമ്പോൾ ഇതെങ്ങനെയാ വായിക്കേണ്ടത് നമുക്ക് മനസ്സിലാവണ്ടേ? അതാണ്. ബർഖ, ബർസാത്ത്, റെയിൻ. ഗർജ്, ബാദലോം കി ഗഡ് ഗഡ ഹഡ്. എന്താണ്? മഴ വരുമ്പോ മഴയ്ക്ക് മുമ്പ് എന്തൊക്കെ ഉണ്ടാവും? ഇടിയും മിന്നലൊക്കെ ഉണ്ടാവൂലേ? അതിന്റെ എന്താണ്? ഗഡഗഡ ഹഡ് എന്നൊക്കെ പറയുന്നത് ഹിന്ദിയിൽ പറഞ്ഞാൽ എന്താണ്? അതിന്റെ ആ സൗണ്ട് മഴ വരുന്നതിന് മുമ്പായിട്ട് ഇടിയും മിന്നലും ഒക്കെ ഉണ്ടാവും. ആ മഴ വരുന്നതിന്റെ സൗണ്ട് ഒക്കെയാണ് ഗഡഗഡ ഹഡ് എന്ന് പറയുന്നത്. ബാദലോം കി ഗഡ് ഗഡ ഹഡ്, മഴയുടെ ആ ഗർജനം. ശബ്ദാർത്ഥം ഏതൊക്കെയാണ്? നയ, നവീൻ. മജ, ആനന്ദ്. ഗാന, ഗീത്. ബർഖ, ബർസാത്ത്. ഗർജ്, ബാദലോം കി ഗഡ് ഗഡ ഹഡ്. അപ്പം ഈ ഇത് നോട്ട് ബുക്കിലൊക്കെ എഴുതാൻ വേണ്ടി മിസ് അയച്ചു തരുന്നതാണ്. അപ്പൊ അതുപോലെ എടുത്ത് എഴുതുക. ശബ്ദാർത്ഥം എഴുതുമ്പോൾ നിങ്ങൾക്ക് ഒരു പേജിൽ തന്നെ ഒരു 3 പ്രാവശ്യം 3 ടൈംസ് എഴുതാൻ പറ്റും. ഒരു പ്രാവശ്യമല്ല, 3 ടൈംസ്. അത് എഴുതുന്നതിന് ഉദ്ദേശം എന്താണ്? നമ്മൾ ആ എഴുതുമ്പോൾ തന്നെ ആ വാക്കുകളും അതിന്റെ മീനിങ്ങും പഠിക്കും. ഇത് തന്നെ ശ്രുതിലേക്ക് വരുന്നുണ്ട്. ഡിക്റ്റേഷൻ വേർഡ്സ് എല്ലാ പാഠത്തിലും ഉണ്ട്. ഇപ്പൊ നമുക്ക് ഡിക്റ്റേഷൻ വേർഡ്സ്. നയ, ഉഠായ, ഗയ, ബാദൽ, ബർഖ.
5 വേർഡ്സ് ഡിറ്റക്ഷൻ വേർഡ്സ് ഉണ്ട്. അത് മിസ് അയച്ചു തരുന്നതാണ്. അതുപോലെ നോട്ട്ബുക്കിലേക്ക് എടുത്തെഴുതുക. അതും 3 times ആണ്. നെക്സ്റ്റ് ഉചിത സ്ഥാൻ पर ആക്കി മാത്രം ലഗാക്കർ ശബ്ദ പൂരെ കരോ. ഇവിടെ കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്, അതിന്റെ വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവിടെ ലെറ്റേഴ്സ് മിസ്സിംഗ് ആണ്. അത് നമ്മൾ അവിടെ എഴുതണം. നമുക്ക് ടെക്സ്റ്റ് ബുക്ക് കിട്ടിയതിനു ശേഷം നമുക്ക് അത് എഴുതാം. വാക്കുകളൊന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് പാലക്. പാലക് എന്ന് പറഞ്ഞ സ്പിനാച്ച്, ചീരയില്ലേ, അതാണ്. അംബ്രല. അംബ്രലയ്ക്ക് എന്താ പറയാ നമ്മള്? ആയുഷ് പ്ലീസ് അൺമ്യൂട്ട്. Hindi word of umbrella. Ayush, please unmute. ചത്തരി. ഇവിടെ നമ്മൾ ചാത്ത എന്നാണ് കേട്ടോ. ഇവിടെ നമുക്ക് ചാ എഴുതിട്ടുണ്ട്, ഡാഷ് ഇട്ടിട്ടുണ്ട്, താ എഴുതിട്ടുണ്ട്, ഡാഷ് ഉണ്ട്. നമുക്ക് ഇവിടെ എന്താ? ആക്കി മാത്ര കൊടുക്കുന്നു, താ എഴുതുന്നു, ആക്കി മാത്ര. ഇവിടെ ലെറ്റേഴ്സ് അല്ല മിസ്സിങ്, മാത്രയാണ് മിസ്സിങ്. മാത്രയാണ് ചേർക്കേണ്ടത്. ആയുഷ് ക്ലാസ്. അപ്പൊ നമ്മളിവിടെ മാത്ര ചേർക്ക, ആക്കി മാത്ര ചേർക്കാനുള്ള ഒരു അഭ്യാസമാണ് ഇവിടെ ഉള്ളത്. അത് ടെക്സ്റ്റ് ബുക്ക് കിട്ടുമ്പോൾ നിങ്ങൾക്കത് ഇപ്പൊ പറഞ്ഞുതരാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. നെക്സ്റ്റ് ഇത് സാഗർ എന്നാണ്. ഇവിടെ സായേ ഉള്ളൂ, ആക്കി മാത്രമേ ഇല്ല. അത് നമ്മൾ ഇട്ട് കൊടുക്കണം. ദിസ് ഹൽവ. ഹൽവാന്നില്ല, വാ എന്നുള്ളത് വാ എഴുതിയിട്ടുണ്ട്, ആക്കി മാത്രം നമ്മളിവിടെ എഴുതണം. നെക്സ്റ്റ് ഗജർന കൊടുത്തിരിക്കുന്നത് അല്ലെ, ഡാഷിന്റെ അടുത്ത് ആക്കി മാത്രം കൊടുക്കുമ്പോ ഗാജർ. ഗാജർ മീൻസ് ക്യാരറ്റ്. നെക്സ്റ്റ് എന്താണ്? ദിസ് ഈസ് കാ. കാ ഡാഷ് ഈർന്ന കൊടുത്തിരിക്കുന്നത് അല്ലെ. കാ ഡാഷിന്റെ അടുത്ത് yes 32. കാർ. കാർ എന്നുള്ളതിന് കാ ഇറിനെ കൊടുത്തിട്ടുള്ളൂ. കാ കഴിഞ്ഞിട്ട് ഡാഷിന്റെ അടുത്ത് ആക്കി മാത്രം കൊടുക്കാം. നെക്സ്റ്റ് ശബ്ദ ബനാവോ എന്ന് കൊടുത്തിരിക്കുന്നുണ്ട്. ശബ്ദ ബനാവോ. ഇവിടെ എന്താണ്? കുറച്ച് ലെറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. സർക്കിളിലായിട്ട് ഒരു ലെറ്ററും കൊടുത്തിട്ടുണ്ട്. ഈ ലെറ്ററിന്റെ കൂടെ ഈ ലെറ്റർ ചേർത്തിട്ട് നമ്മൾ ഇവിടെ ഫില്ല് ചെയ്യാണ് ചെയ്യുന്നത്. ഒരു വാക്കാക്കുകയാണ് ചെയ്യുന്നത്. ശബ്ദ. ഓക്കെ. അതില് ഫസ്റ്റ് വൺ ഹാത്ത്. ഞാ കൊടുത്തിട്ടുണ്ട്. സർക്കിളിൽ തായാണ് കൊടുത്തിരിക്കുന്നത് അല്ലെ, ഞാത്ത്. നെക്സ്റ്റ് സാത്ത്. അത് അങ്ങോട്ട് എടുത്ത് എഴുതിയാൽ മതി. ഈ അക്ഷരവും ഈ സർക്കിളിൽ കൊടുത്തിരിക്കുന്ന അക്ഷരവും എടുത്ത് ഇവിടെ എഴുതിയാൽ മതി. അതിപ്പോ നിങ്ങൾക്ക് നോട്ട് ബുക്കിൽ ഒന്നും വർക്ക് വരുന്നില്ല. നെക്സ്റ്റ് ചിത്രം കാ ഉചിത ശബ്ദ സെ മിലാൻ കരോ. ഇവിടെ നോക്കിയേ, ഇവിടെ കുറച്ച് പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ, കണ്ടോ? ഇതൊക്കെ പിക്ചറാന്നറിയോ? മാല. ഇവിടെ അതിന്റെ വാക്കുകളും കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്ക് കിട്ടിയതിന് ശേഷം നമുക്കത് മാച്ച് ചെയ്യാം. അപ്പൊ ഇതിങ്ങോട്ട് മാച്ച് ചെയ്യാണ് കറക്റ്റ് ആയാൽ. ദിസ് താല, രാജ, താര. നിങ്ങൾക്കൊരു നോട്ട് ബുക്കിൽ ചെയ്യേണ്ട ഒരു വർക്ക് വരുന്നുണ്ട്, അതൊന്ന് പറഞ്ഞുതരാം. ആ स्वर के स्थान पर आ की मात्रा लगाकर शब्द बनाओ. ന് പ്ലസ് ആ, സോറി ന് എങ്ങനെ എഴുതുക? ഞാ എഴുതി. ശൗബറ ലിസൺ. ന് പ്ലസ് ആ പ്ലസ് ത് പ്ലസ് ആ. ന് പ്ലസ് ആ എന്ന് വരുമ്പോ എന്താ? നമ്മള് ഞാന്നാണ് അല്ലേ? അതെ. ത് പ്ലസ് ആ എന്ന് പറയുമ്പോ ത. അപ്പൊ ന് പ്ലസ് ആ, ത് പ്ലസ് ആ. അപ്പൊ എന്താണ്? ഞാത്ത. അങ്ങനെയാണ് വരിക. ഓക്കെ. നെക്സ്റ്റ് താഴെ മ് പ്ലസ് ആ പ്ലസ് മ് പ്ലസ് ആ. എന്താണ്? മാമ.
നമുക്ക് നോട്ട് ബുക്കിൽ ഇന്ന് എഴുതി തരുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. നെക്സ്റ്റ് ആ പ്ലസ് ചി പ്ലസ് ആ പ്ലസ് ര. എന്താണ് വരിക? അച്ചാർ. ആ പ്ലസ് ചി പ്ലസ് ആ പ്ലസ് എന്ന് വരുമ്പോ അച്ചാർ. ഗ പ്ലസ് മ പ്ലസ് ലി പ്ലസ് ആ ഗമല. മിസ് അത് വായിച്ചു തന്നുള്ളൂ. നിങ്ങളത് നോട്ട് ബുക്ക് കിട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ. നെക്സ്റ്റ് അംഗ്രേജി ശബ്ദ ലിഖോ. എന്താണ് അംഗ്രേസി മീൻസ്? അംഗ്രേസി ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് വേർഡ് എഴുതുക എന്നാണ് പറഞ്ഞത്. റൈറ്റ് ദീസ് വേർഡ്സ് ഇൻ ഇംഗ്ലീഷ്. ഫസ്റ്റ് വേർഡ് നയ. നയ എന്ന് പറഞ്ഞാൽ എന്താണ്? നയ മീൻസ് ന്യൂ, പുതിയത്. ഗാന, ഗീത്. ലാൽ. ലാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കളേഴ്സ് പഠിച്ചല്ലേ കഴിഞ്ഞ വർഷം. നാസ പ്ലീസ് അൺമ്യൂട്ട്. ലാൽ വിച്ച് കളർ? നാസ ലാൽ ഏത് കളർ? ലാൽ എന്ന് പറഞ്ഞ ഏത് കളറാണ്? അറിയില്ല. ദേവാൻ ലിസൺ നാസ. ദേവാൻ ലാൽ. ദേവാൻ പ്ലീസ് അൺമ്യൂട്ട്. ദേവാൻ പ്ലീസ് അൺമ്യൂട്ട്. ഓക്കെ. which color? Lal. No. Jovin, please unmute. ലാൽ എന്ന് പറഞ്ഞ എന്താണ് കളർ? ആർക്ക് പറയാൻ പറ്റും? ജോയലിന് പറയാൻ പറ്റുമോ? നോ. നോ നോ. ആരാണ് പറയാ? റയാൻ പ്ലീസ് അൺമ്യൂട്ട്. ചുവപ്പ്. യെസ്, റെഡ്. ലാൽ റെഡ്. ഗുഡ്, വെരി ഗുഡ് റയാൻ. നെക്സ്റ്റ് കാല. കാല വിച്ച് കളർ? നിയ. നിയ പ്ലീസ് അൺമ്യൂട്ട്. നിയ. Nia, please unmute. Unmute. നീക്ക് അൺമ്യൂട്ട് ആവുന്നില്ലേ? ഒന്നുകൂടി ചെയ്ത് നോക്കിയേ. പ്ലീസ് അൺമ്യൂട്ട്. ഓക്കെ ഓക്കെ പോയി. ഓക്കെ. കാല. ബ്ലാക്ക്. വെരി ഗുഡ്. ഓക്കെ. ലാൽ റെഡ്, കാല ബ്ലാക്ക്, ഹര ഗ്രീൻ. അറിയാം നിങ്ങൾക്ക്? സഫേദ് വൈറ്റ്, ഓറഞ്ച് ഓറഞ്ച്. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ്. അതിൽ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറും വരുന്നുണ്ട്. ലിസൺ. ഏക ശബ്ദമേ ഉത്തർ ലിഖോ. എന്താണ്? ഒറ്റ വാക്കിൽ എഴുതുക. ഒറ്റ വാക്കിൽ നമുക്ക് ഇവിടെ ആൻസർ ചെയ്യേണ്ടുള്ളൂ. ഈസിയാണ് പഠിക്കാൻ. റൈറ്റ് ദ ആൻസേഴ്സ് ഇൻ വൺ വേർഡ്. നയ ക്യാ ആയ. നയ മീൻസ് ന്യൂ. ക്യാ വാട്ട്. എന്ത്? ക്യാ എന്ന് പറഞ്ഞ എന്ത്. ആയ. ആന എന്ന് പറഞ്ഞ വരിക, കം. ആയ എന്ന് പറഞ്ഞാൽ എന്താണ് പുതിയതായിട്ട് ഇവിടെ കൊണ്ടുവന്നത്? എന്താണ് വന്നത് നമുക്ക് ഇവിടെ? നയ നയ ചാത്ത ആയ അല്ലെ? പുതിയ എന്താണ്? നയ നയ ചാത്ത ആയ. ഇവിടെ എന്താണ് ആൻസർ? ചാത്ത. എന്താണ്? ചാത്ത. അപ്പം
നയ ക്യാ ആയ എന്നുള്ളിടത്ത് ആൻസർ വരുന്നത് ചാത്ത. ചാത്ത മീൻസ് അംബ്രല്ല. സെക്കൻഡ് വൺ, ചാത്ത ഉടാക്കർ ക്യാ ഗയാ. സോറി, ക്യാ ഗായ. ചാത്ത ഉടാക്കർ ക്യാ ഗായ. ചാത്ത ഉടാക്കർ ക്യാ ഗായ. മീനിങ് പറഞ്ഞുതരാം, നിങ്ങൾ ആൻസർ പറയണേ. ചാത്ത മീൻസ് അംബ്രല്ല, ഉടാക്കർ എന്ന് പറഞ്ഞാൽ എടുത്തിട്ട്, ക്യാ എന്താണ്, ഗായ എന്താണ് ചെയ്തത്. ഗായ ഗാന പറഞ്ഞ പാടുക എന്നാണ്. എന്താണ് ചെയ്തത്? സോങ് എന്നുള്ളതിന്റെ ഹിന്ദി വേർഡ് ആര് പറയൂ? സോങ്. അലൻ ജോസഫ്, പ്ലീസ് അൺമ്യൂട്ട്. ഗാന ഗായ. ആ, വെരി ഗുഡ്. ഗാന ഗായ. ഗാന എന്നാണ് ഇവിടുത്തെ ആൻസർ. നെക്സ്റ്റ് നമ്പർ 3, ബാദൽ സാത്ത് ക്യാ ലായ. ബാദൽ മീൻസ് റെയിൻ. സാത്ത് മീൻസ് എന്താണ്? കൂടെ. നമ്മുടെ അതിന്റെ കൂടെ ക്യാ ലായ എന്താണ് വന്നത്? അതിന്റെ കൂടെ സൗണ്ട് വന്നു നമ്മൾ പറഞ്ഞില്ലേ? എന്താണ്? बादल के साथ बरखा. സോറി, ബാദലോം കി ഗഡ് ഗഡാ ഘഡ് എന്ന് പറഞ്ഞില്ലേ? എന്താണ്? മഴയുടെ കൂടെ സൗണ്ട് വന്നല്ലേ? മഴയുടെ ആ സൗണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. ഇടിയും മിന്നലും ആ സൗണ്ട് ആണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ബാദൽ സാത്ത്, ബാദൽ മീൻസ് ക്ലൗഡ് ആണ് കേട്ടോ, മേഘം. സോറി, ഞാൻ എന്താ റെയിൻ എന്നാ പറഞ്ഞല്ലേ? സോറി, ബാദൽ ക്ലൗഡ്. നിങ്ങൾക്ക് പെൻസിൽ ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് വെക്കാം. ബാദൽ ക്ലൗഡ് മേഘം. സാത്ത് എന്താണ്? കൂടെ. ക്യാ എന്താണ്? ലായ എന്താണ് കൂടെ വന്നത്? ഇടിയും മിന്നലിന്റെ കൂടെ എന്താണ് വന്നത്? ഹൂസൻ ആരാണ് പറയാ? ദേവശ, പ്ലീസ് അൺമ്യൂട്ട്. റെയിൻ എന്നുള്ളതിന്റെ ഹിന്ദി വേർഡ് എന്താണ്? റെയിൻ. റെയിൻ. വീണ്ടും അലൻ. സ്പാനിഷ്. നോ. അലൻ ജോസഫ്. ബാരിഷ്. ഇവിടെ ബർഖ. ബർഖ എന്നുള്ള വേർഡ് കൂടി നമ്മൾ പഠിക്കണം. ബർഖ. ബർഖ മീൻസ് ബർസാത്ത്. ബർസാത്ത് എന്നും പറയാം, ബർഖ എന്നും പറയാം അല്ലെ? നമ്മളിപ്പോ ഈ പാഠത്തിൽ ബർഖ എന്നുള്ള വേർഡ് ആണ് പഠിക്കുന്നത്. ബർഖ മീൻസ് റെയിൻ. ഓക്കെ, ഗുഡ്. നിങ്ങള് ഇപ്പൊ മിസ്സിന്റെ ക്ലാസ് കേട്ടിട്ടാണ് ആൻസർ പറഞ്ഞത് അല്ലെ? ടെക്സ്റ്റ് ബുക്കും കാര്യങ്ങളും ഒന്നും നിങ്ങളുടെ കയ്യില്, പക്ഷേ നിങ്ങൾ ക്ലാസ്സിൽ ശ്രദ്ധിച്ചത് കൊണ്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. വെരി ഗുഡ്, നന്നായിട്ടുണ്ട്. Then second chapter finished. ഇപ്പൊ ഇതിന്റെ വർക്കുകളൊക്കെ മിസ് നോട്ട് ബുക്കിൽ എഴുതരുന്നതാണ്. മിസ് അല്ല നോട്ട് ബുക്കിൽ എഴുതുന്നത്, വാട്സപ്പിൽ മിസ് എഴുതരും. അത് നിങ്ങൾ നോട്ട് ബുക്കിലോട്ട് പകർത്തി എഴുതണം. ഇപ്പൊ എന്തൊക്കെയാണ് നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിച്ചത് ഒന്നും കൂടെ നമുക്ക് റിവൈസ് ചെയ്യാം. ഫസ്റ്റ് ആക്കി മാത്ര. ആക്കി മാത്ര ക ശബ്ദ് കഴിഞ്ഞ ദിവസം നോട്ട് ബുക്കിലോട്ട് എഴുതിയിട്ടുണ്ട്. ഏതൊക്കെ വേർഡാണ്? ആം, ഹാത്ത്, താര, ചാത്ത, ബാദൽ. കുറച്ച് വാക്കുകൾ കൂടിയുണ്ട്, അത് ഇന്ന് തന്നെ വാട്സപ്പ് ചെയ്താണ്. അതുപോലെ ഒരു പ്രാവശ്യം നിങ്ങൾ നോട്ട് ബുക്കിലേക്ക് പകർത്തി എഴുതണം. നെക്സ്റ്റ് ശബ്ദാർത്ഥ്. നയ, നവീൻ. All of you listen here. Listen. മുഹമ്മദ് മുബ്ദാസിം, please unmute. മിസ്സേ ആക്കി മാത്രം എഴുതിച്ച. ആരും എഴുതിയിട്ടില്ലേ? എഴുതിയിട്ടില്ല അല്ലെ? ഓക്കെ, then I will give you today. ഓക്കെ, അപ്പം ഹോംവർക്ക് കൂടുതൽ ആകണ്ടെന്ന് വിചാരിച്ച് കഴിഞ്ഞ ദിവസം നിങ്ങൾ ക്വസ്റ്റ്യന്റെ ആൻസർ മാത്രമേ തന്നിട്ടുള്ളൂ അല്ലെ? ഓക്കെ, തരാം, അതിന് തന്നെ തരാം. അത് അതുപോലെ എടുത്തെഴുതാം. ഓക്കെ ഓക്കെ. അപ്പൊ എന്തൊക്കെയാണ്?
ശബ്ദാർത്ഥ്. നയ നവീൻ, മജ ആനന്ദ്, ഗാന ഗീത്, ബർഖ ബർസ, ഗർജ് ബാദലോं की ഗഡ്ഗഡ ഹഡ്. നോട്ട്ബുക്കിൽ എഴുതേണ്ടതാണിത്. നെക്സ്റ്റ് അംഗ്രേജി ശബ്ദ ലിഖോ. നയ ന്യൂ, ഗാന ഗീത്, ലാൽ റെഡ്, കാല ബ്ലാക്ക്. നെക്സ്റ്റ് നയ ക്യാ ലായ ആയ, ആൻസർ छाता. छाता उड़ाकर क्या गाया, गाना. बादल साथ क्या लाया, आंसर इज बरखा. ओके. ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങളിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. Daniel George, please unmute. Hi, Daniel. Hi, teacher. How are you? How are you? Fine. I am fine. Okay. Very good. Daniel, നിന്റെ ഫസ്റ്റ് ക്ലാസ് ആണോ ഇത്? അതെ. അതെ അതെ. ഓക്കെ. ഡാനിയലിന് മനസ്സിലായോ ഇന്നത്തെ ക്ലാസ്? അതെ. ഓക്കെ ഓക്കെ. മിസ് വാട്സപ്പില് വർക്ക് തരും, അത് അതുപോലെ നോട്ട്ബുക്കിലേക്ക് പകർത്തി എഴുതണം. ഓക്കെ. നെക്സ്റ്റ് ഇനി എന്താണ്? ചോദിക്കാനില്ല? ജോയലും ജോബിനൊക്കെ ഉറങ്ങി എഴുന്നേറ്റേ ഉള്ളൂ എന്നല്ല. നോ ഡൗട്ട്? ഒന്നുമില്ല. ഇഷിക, പ്ലീസ് അൺമ്യൂട്ട്. All of you listen. മിസ് ഈ വായിച്ചു തരുന്നത് ഒന്ന് കൂടെ വായിക്കണം. അപ്പൊ അത് കേട്ടിട്ട് നിങ്ങളും കൂടെ അവിടുന്ന് വായിക്കണം. എല്ലാരും ഞാൻ അൺമ്യൂട്ട് ചെയ്താല് ഭയങ്കര സൗണ്ട് ആവും അല്ലെ? ഇഷിക മാത്രം ഇപ്പൊ മിസ്സിന്റെ കൂടെ വായിക്കുമ്പോ നിങ്ങൾ അവിടുന്ന് വായിക്കണം. നയാ നയാ ചാത്ത ആയ, नया नया चाहता आया. All of you. नाच नाच कर चाहता उड़ाया, नाच नाच कर चाहता उड़ाया. चाहता उड़ाकर गाना गाया, चाहता उड़ाकर गाना गाया. वाह वाह मजा आया, वाह वाह मजा आया. चाहता लाल लाल काला, चाहता लाल लाल काला. बादल आया काला काला, बादल आला काया काया. गर्ज गर्ज कर बादल आया, गर्ज गर्ज बादल आया. बादल बरखा साथ लाया, बादल बरखा साथ लाया. वाह वाह मजा आया. वाह वाह मजा आया. വെരി ഗുഡ്. എല്ലാവരും പാടിയത്? പാടിയോന്നല്ല, പറഞ്ഞോ? ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് വേറെ എന്താണ്? ഒന്നും ചോദിക്കാനൊന്നുമില്ല മിസ്സിനോട്? നിങ്ങൾ കുറച്ച് പേര് ഹോംവർക്ക് ചെയ്യുന്നില്ല കേട്ടോ, അത് ശരിയാവില്ല. ഹോംവർക്ക് ചെയ്യാത്തവരുണ്ട്. ഹോംവർക്ക് എന്ന് പറഞ്ഞാൽ ആകെ ഒന്നുമില്ല. കഴിഞ്ഞ ദിവസം എന്താ ഹോംവർക്ക് വന്നത്? ആകെ ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ എഴുതാൻ വേണ്ടി മാത്രം. അത് തന്നെ ചെയ്യാത്തവരുണ്ട്. അങ്ങനെ ആയാൽ ശരിയാവില്ല. എല്ലാവരും ഹോംവർക്ക് ചെയ്താലേ നമ്മൾ പഠിക്കുള്ളൂ. എല്ലാവർക്കും ഒരുപോലെ പഠിച്ചു വരണ്ടേ? ബാക്ക്വേർഡ് ആയാൽ ശരിയാവില്ല അല്ലെ? ഇപ്പൊ നെക്സ്റ്റ് ഇയർ നമുക്ക് സ്കൂളിൽ വരാൻ പറ്റുമെന്ന് വിചാരിക്കാം. ഓൺലൈൻ ക്ലാസ് ആകുമ്പോൾ മിസ് പറയുന്ന പോലെ കേട്ട് അതുപോലെ എടുത്ത് എഴുതുകയും പഠിക്കുകയും ചെയ്യാം. ഒന്നും പറയാനില്ല ആർക്കും? നൈല, പ്ലീസ് അൺമ്യൂട്ട്.
നൈല സക്കീർ. ഹായ് നൈല. എന്തുണ്ട് ഇന്നത്തെ ക്ലാസ് ഒക്കെ എങ്ങനെയുണ്ട്? മനസ്സിലായോ? ആയി. ഡൗട്ട് ഒന്നുമില്ല. നെക്സ്റ്റ് പീരീഡ് നിങ്ങൾക്ക് എന്താണോ കഴിഞ്ഞ ദിവസം ഡിറ്റേഷൻ ആണെങ്കിലും ക്ലാസ് ടെസ്റ്റ് ആണെങ്കിലും നെക്സ്റ്റ് പീരീഡ് അത് ഉണ്ടായിരിക്കും. അപ്പം റെഡി ആയിട്ട് വരിക. എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്? നോട്ട് ബുക്കിൽ എഴുതി തന്നിട്ടുണ്ടല്ലേ? ആക്കി മാത്ര, അമാത്രയ്ക്ക് ശബ്ദ 5 വേർഡ്സ്, ആക്കി മാത്രക്ക 5 വേർഡ്സ്. പിന്നെ ആ ക്വസ്റ്റ്യൻ ആൻസർ ഇല്ലേ 1 വേർഡ്, അതുകൂടെ പഠിച്ച് റെഡി ആയിട്ട് വരിക നെക്സ്റ്റ് ക്ലാസ്സിലേക്ക്. ഓക്കെ, ഇപ്പൊ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ഒരു ഡൗട്ട് ഒന്നുമില്ല, എല്ലാവർക്കും ക്ലിയർ ആയി. ഇപ്പം അക്ഷരദീപം കിട്ടിയോ നിങ്ങൾക്ക്? ഉണ്ട്. അക്ഷരദീപത്തിൽ നിങ്ങൾക്ക് ഓരോ ക്ലാസ് കഴിയുമ്പോൾ ഒരു ഹാഫ് പേജ് നിങ്ങൾ എഴുതണം. നിങ്ങൾക്ക് വായിക്കാൻ കിട്ടാത്ത വാക്ക് ഏതാണെങ്കിൽ വാക്കുണ്ടെങ്കിൽ അത് മിസ്സിനോട് ചോദിക്കുക, അത് പറഞ്ഞു തരും. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടേ? ഒരു ഹാഫ് പേജ് വെച്ച് ഓരോ ക്ലാസ്സിന് ശേഷവും ഹിന്ദിയുടെ ക്ലാസ് കഴിയുമ്പോൾ ഒരു ഹാഫ് പേജ് വെച്ച് നിങ്ങൾ എഴുതണം. എങ്കിലേ നമ്മൾക്കത് ലാസ്റ്റ് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പൊ ഒന്നിച്ച് എഴുതാൻ നിൽക്കേണ്ട. ഹിന്ദിയുടെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ആ ഹിന്ദിയുടെ അക്ഷരദീപം നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, ബൈ. സീ യു നെക്സ്റ്റ് പീരീഡ്. ബൈ.